പാപി ചെല്ലുന്നിടം പാതാളോ എന്ന് പറയുന്ന പോലെ ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെ അവസ്ഥ. പാരീസിൽ വർഷത്തിൽ ഒരിക്കൽ മാത്രമേ സ്നോഫോൾ വരുള്ളെന്നും പറഞ്ഞ് വലിയ കാര്യത്തിൽ ഞാൻ ഫസ്റ്റ് സ്നോഫോൾ എക്സ്പീരിയൻസ് വീഡിയോ എല്ലാം ഇട്ടിരുന്നു. പക്ഷെ അതൊക്കെ കഴിഞ്ഞാണ് ഇവിടെ സിവിയർ സ്നോഫോൾ അലർട്ട് എല്ലാം വന്നത്. ഒരു കാര്യം പറഞ്ഞ് നാക്ക് വായിലിട്ടില്ല, അതിനു മുന്നേ പണി തുടങ്ങി. അങ്ങനെ ഉച്ചയൊക്കെ ആയപ്പോൾ നല്ലപോലെ സ്നോ വീഴാൻ തുടങ്ങി. എൻ്റെ കാതിന് പ്രശ്നമുള്ളത് കൊണ്ട് ഞങ്ങളുടെ ഓണർ ഒരു തൊപ്പിയും ഒരു സ്കാർഫും കൂടെയൊക്കെ എനിക്ക് വാങ്ങി തന്നു. പിന്നെ അതെല്ലാം ഇട്ടങ്ങ് ഇറങ്ങി. സ്നോ വീഴുന്ന ടൈമിൽ എനിക്ക് പൊതുവേ ഇവിടുത്തെ നോർമൽ വിൻ്റർ ടൈമിലുള്ളത്ര തണുപ്പ് ഫീൽ ചെയ്യാറില്ല. ചിലപ്പോൾ കണ്ണിന് കുളിർമയുള്ള കാഴ്ചയായതുകൊണ്ട് നമ്മളത് അറിയാത്തതും ആവാം. എന്ന് കരുതി ഒട്ടും തണുപ്പില്ല എന്നല്ല, ഈ പിള്ളേർ കിടന്ന് മഞ്ഞത്ത് കളിക്കുന്ന പോലെയൊന്നും എനിക്ക് കളിക്കാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ എല്ലാം പ്രശ്നം വരുന്നത് എപ്പോഴാന്ന് വെച്ചാൽ നമ്മൾ എങ്ങോട്ടെങ്കിലും പോകാനായിട്ട് ഇറങ്ങുമ്പോഴാണ്. ഞാൻ വർക്ക് കഴിഞ്ഞ് നൈറ്റ് റൂമിലേക്ക് പോകാൻ നോക്കുമ്പോൾ ഒറ്റ ട്രാമും ബസ്സും ഇല്ലായിരുന്നു. ഈ മഞ്ഞ് വീണ് കിടക്കുന്നതുകൊണ്ട് സ്ലിപ്പായി പോകുന്നതുകൊണ്ട് അതെല്ലാം ക്യാൻസൽ ആക്കിയിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കുറേ നേരം നിന്നിട്ട് ഒന്നും ആകാൻ പോണില്ലെന്ന് മനസ്സിലായപ്പോൾ മനസ്സോടെ ഒരു കാറും ബുക്ക് ചെയ്താണ് റൂമിലേക്ക് പോയത്. റൂമിൽ ആൻറ്റിയുടെ വക ശ്രീലങ്കൻ സ്റ്റൈൽ ബിരിയാണി എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ അതും കഴിച്ച് ഇന്നത്തെ ഡേ അങ്ങ് തീർന്നു. നാളെ ഇതിൽ കൂടുതൽ സ്നോ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നാളത്തെ വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.